അവൻ നിലത്ത് കിടന്ന എൻ്റെ ചേച്ചിയുടെ രണ്ട് കാലിലും ചവിട്ടി പിടിച്ചുകൊണ്ട് അവൻ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ചിരുന്ന ഫോൺ പിടിച്ചു വാങ്ങി എടുക്കുകയാണ് ചെയ്തത്. പബ്ലിക് റോഡിൽ വെച്ച് ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ച ഒരു പ്രതി ഇന്ന് സുഖമായിട്ട് വിലസുകയാണ്. ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, വനിതാ കമ്മീഷനുണ്ട്. ഇതുപോലെ ഒരു സ്ത്രീയെ ക്രൂരമായിട്ട് രണ്ടാമത്തെ തവണയാണ് മർദ്ദിക്കുന്നത്. ഒരമ്മ 72 വയസ്സുള്ള ഒരു വാർദ്ധക്യമേറിയ ഒരു അമ്മ അതിക്രൂരമായിട്ട് കൈതല്ലി ഒടിച്ചു വെച്ചിരിക്കുകയാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. പത്തനാപുരം തൊണ്ടിയാമണ്ണി SFCK ജീവനക്കാരിയായ നസീമയെ SFCKയിലെ തന്നെ സ്റ്റാഫായ സജീവ് വളരെ ക്രൂരമായ രീതി ആക്രമിച്ച ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തിൽ നസീമയുടെയും ബന്ധുക്കളുടെയും പ്രതികരണത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി നസീമ SFCK പ്ലാന്റേഷനിൽ ഒടിഞ്ഞു വീണ വിറക് പറക്കാൻ പോയി. വിറക് പറക്കാൻ പോയ സമയത്ത് സജീവ് എന്ന വ്യക്തി അവളുടെ ഫോട്ടോ അവൻ്റെ മൊബൈലിൽ പകർത്തുകയുണ്ടായി. അവൾ പകർത്തിയപ്പം മറുപടി ഒന്നും പറയാൻ നിന്നില്ല. വിറക് കെട്ടി തലയിൽ കൊണ്ട് അവൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ അമ്മ സിറ്റൗട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ അമ്മയോട് പരാതി പറഞ്ഞു, നിങ്ങളുടെ മകൻ എൻ്റെ ഫോട്ടോ പകർത്തിയിട്ടുണ്ട്, അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറയണം. ഞാൻ യാതൊരു ഗുണത്തിനും ദോഷത്തിനും വഴക്കിനും ഒന്നിനും അവനോട് പോകുന്നില്ല, ഡിലീറ്റ് ചെയ്യാൻ പറയണമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ വീടിനുള്ളിൽ നിന്നും സിറ്റൗട്ട് വഴി ചാടി റോഡിലേക്ക് കയറി എൻ്റെ ചേച്ചിയെ മുടിക്ക് കുത്തിപ്പിടിച്ച് അടിക്കുകയും അവൻ ആ വിറക് തള്ളിയിട്ട് റോഡിലേക്ക് വലിച്ചിഴയ്ക്കുകയും റോഡിൽ വീണ എൻ്റെ ചേച്ചിയെ അവളുടെ അടിനാവി പോലും ചവിട്ടി അവൾക്ക് യൂറിൻ പാസ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട് അവിടെ അന്നേരം റോഡിൽ. അങ്ങനെ അവളെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. റോഡിലിട്ട് മർദ്ദിച്ചെന്ന് വെച്ചാൽ അവളുടെ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും അവൾ ആ ഫോൺ കൊടുക്കാതിരുന്നപ്പോൾ അവളുടെ സ്വകാര്യ ഭാഗത്തേക്ക് ആ ഫോൺ ഒളിപ്പിക്കുകയാണ് ചെയ്തത്. ആ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച ഫോൺ എടുക്കുന്നതിന് വേണ്ടി അവൻ നിലത്ത് കിടന്ന എൻ്റെ ചേച്ചിയുടെ രണ്ട് കാലിലും ചവിട്ടി പിടിച്ചുകൊണ്ട് അവൻ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ചിരുന്ന ഫോൺ പിടിച്ചു വാങ്ങി എടുക്കുകയാണ് ചെയ്തത്. ബലാത്കാരമായിട്ട് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതിനു മുമ്പും അവൻ്റെ ഭാഗത്തു നിന്ന് അവളെ വീട് കയറി ഒരു ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. അത് പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുക്കുകയും ആ പോലീസ് സ്റ്റേഷനിൽ പാർട്ടി അടിസ്ഥാനത്തിൽ അവൻ്റെ പാർട്ടിയുടെ ഒത്താശയോടുകൂടി ആയിരിക്കും പാർട്ടി അടിസ്ഥാനത്തിൽ അതിവിടെ ഒതുക്കി തീർക്കുകയാണ് ചെയ്തത്. അന്ന് വീട്ടിൽ അതിക്രമിച്ച് കയറി വീട്ടിൻ്റെ മുറ്റത്ത് കിടന്ന മടൽ ഉപയോഗിച്ച് അവളെ അടിക്കുകയാണ് ചെയ്തത്. ഇന്നലെ അതിക്രൂരമായിട്ട് അവളെ മർദ്ദിച്ചിട്ടുണ്ട്. അത് തടസ്സം പിടിക്കാൻ പോയ അമ്മയാണിത്. 72 വയസ്സുള്ള എൻ്റെ അമ്മയെ അതിക്രൂരമായിട്ട് അവൻ്റെ കയ്യിലിരുന്ന വിറക് കമ്പ് ഉപയോഗിച്ച് കൈ പിടിച്ച് തിരിച്ച് കൈ അടിച്ചൊടിച്ച് വെച്ചേക്കുവാണ്. അവളുടെ ഫോണും അവൻ കൈക്കലാക്കി വെച്ചേക്കുവാണ്. ഈ സജീവ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ ഫോണും കൈക്കലാക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ അമ്മയെയും എൻ്റെ ചേച്ചിയെയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളത്. അമ്മയുടെ കൈക്ക് കുഴ തെറ്റി മാറി പൊട്ടലുണ്ട്. പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കാണ്. ഇന്നലെ 3 മണിക്കാണ്. 3 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. 24 മണിക്കൂറായി. ഞാൻ ഇന്നലെ ഇവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കി. കേസുണ്ടെന്ന് പറഞ്ഞ് അവിടെ എല്ലാം എഴുതി ചേർത്ത് അവിടെ അഡ്മിറ്റ് ആക്കിയില്ല. അവിടുന്ന് വീണ്ടും ഓട്ടോ വിളിച്ച് പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. പരാതി രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെയും സ്വകാര്യ ഭാഗത്തിൽ ഒളിപ്പിച്ച മൊബൈൽ ബലാത്കാരമായിട്ട് അവൻ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ അവൻ ഒരു ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് അവൻ ബലാത്കാരമായിട്ട് സ്ത്രീയുടെ മൊബൈൽ പിടിച്ചു വാങ്ങി. അതുകൊണ്ട് പീഡനത്തിന് തന്നെ അവനെതിരെ കേസെടുക്കണം. പീഡനത്തിന് തന്നെ അമ്മയെ കൊല്ലാനും ശ്രമിച്ചതാണല്ലോ. ആരുമില്ലായിരുന്നു ആ ഭാഗങ്ങളിൽ. അവൻ്റെ അമ്മ മാത്രമേ ഉള്ളായിരുന്നു. കുടുംബശ്രീയിലെ സ്ത്രീകൾ ഒരു 2-3 വീടിനപ്പുറത്ത് കൂടിയിരുന്ന വീട്ടിലേക്ക് അവൻ്റെ അമ്മയെ അടിച്ചു കൊല്ലുന്നെന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയാണ് അവൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചി അവൻ അടിച്ച് ചതച്ച് അവിടുന്ന് വീണ്ടും എഴുന്നേറ്റ് തൊട്ട അയൽവക്കത്തെ വീട്ടിലേക്ക് ഓടി ഒളിക്കാൻ ശ്രമിച്ച എൻ്റെ ചേച്ചി ആ അയൽവക്കത്തെ വീട്ടിലും പോയി അവൻ അടിച്ച് വീണ്ടും അവളെ റോഡിൽ കയറ്റി വീണ്ടും ശാരീരികമായിട്ട് ഒരുപാട് അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതുവരെ പ്രതിയെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. SSLCക്ക് പഠിക്കുന്ന ഒരു മകളുണ്ട് അവൾക്ക്. അവളുടെ മകളുടെ SSLCയുടെ എല്ലാ കാര്യങ്ങളും സ്കൂളിലെ വാട്സപ്പ് ആണെങ്കിലും ട്യൂഷനിലെ വാട്സപ്പ് ആണെങ്കിലും എല്ലാം ഈ മൊബൈലിലാണ് വരുന്നത്. ഇതുവരെ അതും ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. SSLCക്ക് പഠിക്കുന്ന ഒരു മകളുണ്ടെന്നും അത് രേഖാമൂലം ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ മൊബൈലും കണ്ടെത്തി തന്നിട്ടില്ല.
പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നാണ് ഞങ്ങൾ പത്തനാപുരം ആശുപത്രിയിൽ അമ്മയെ കാണിച്ച് അവിടുന്ന് പുനലൂരേക്ക് റെഫർ ചെയ്തതെന്ന് ഇന്ന് ഞങ്ങൾ അമ്മയെ അവിടെ കൊണ്ടുപോയി പുനലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമ്മയെ പ്ലാസ്റ്റർ ഇട്ട് വീണ്ടും ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതുവരെ ഞങ്ങൾക്ക് ഒരു ഫോൺ കിട്ടയാവട്ടെ പ്രതിയെ കസ്റ്റഡിയിലേക്ക് ചെയ്തിട്ടില്ല. നീതി കിട്ടിയിട്ടില്ല. ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, വനിതാ കമ്മീഷനുണ്ട്. ഇതുപോലെ ഒരു സ്ത്രീയെ ക്രൂരമായിട്ട് 2ാമത്തെ തവണയാണ് മർദ്ദിക്കുന്നത്. ഈ 2ാമത്തെ തവണ മർദ്ദിച്ചിട്ടും ഇതിന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 2ാമത്തെ തവണ ഈ സ്ത്രീയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. ഒരമ്മ 72 വയസ്സുള്ള ഒരു വാർദ്ധക്യമേറിയ ഒരു അമ്മ അതിക്രൂരമായിട്ട് കൈതല്ലി ഒടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ഒരു നീതിയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു നീതിയും ഞങ്ങൾ കിട്ടിയിട്ടില്ല. SP ഓഫീസിൽ നിന്ന് ഞങ്ങൾ പോയി, അവിടുന്ന് SP സാർ ഇല്ലായിരുന്നു. ഞങ്ങൾ ഫോൺ ചെയ്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇവിടെ ഇപ്പം നടന്നത് മൊഴിയെടുക്കൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഞങ്ങളെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോണിൽ വിളിച്ചിട്ടുമില്ല. ഞങ്ങൾ ഇങ്ങോട്ട് നേരിട്ട് SP ഓഫീസിൽ പോയപ്പം അവിടുന്ന് നേരെ ഇങ്ങോട്ട് ഞങ്ങൾ നേരെ ഹാജരായത് പത്തനാപുരം പോലീസ് സ്റ്റേഷനിലേക്കാണ്. പ്രതി ഇങ്ങനെ സുഖമായിട്ട് അവളുടെ ഫോണുമായിട്ട് വിലസുകയാണ്. പ്രതിയുടെ അവൻ ഇത് സാധാരണ രീതിയിൽ എന്നും നടക്കുന്ന രീതിയിൽ സാധാരണ രീതിയിൽ വിലസുകയാണ്. ഇത് ഒരു നീതി ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് ഇവിടെ ഉള്ളത്? ഞാൻ ഈ വിവരം അറിഞ്ഞ് അവിടേക്ക് ഓടിപ്പോയ ഞാൻ എൻ്റെ മകനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. 10 വയസ്സുള്ള എൻ്റെ മകൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന എൻ്റെ മകനെ ഒരു കയ്യിൽ തൂക്കി അവൻ അങ്ങോട്ട് എറിയുകയാണ് ചെയ്തത്. എറിഞ്ഞിട്ട് അവിടെ കുടുംബശ്രീയിലെ സ്ത്രീകളാണ് തടഞ്ഞു നിർത്തിയത്. അതിനുശേഷം അവൻ വീണ്ടും അവൻ്റെ കയ്യിലിരുന്ന ഒരു കമ്പ് കൊണ്ട് എൻ്റെ മകനെ കയ്യിൽ അടിക്കുകയും ചെയ്തു. അവന് രാത്രി മൊത്തവും കയ്യിൽ വേദനയായിട്ട് ഞാൻ ഇന്ന് അവനെ ഹോസ്പിറ്റലിലാക്കിയിട്ടാണ് സ്കൂളിലാക്കിയിരിക്കുന്നത്. 10 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ചൈൽഡ് നിയമപ്രകാരം അവനെതിരെ കേസെടുക്കേണ്ടതാണിത്. ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിക്കെതിരെയുള്ള അതിക്രമമാണ്. ഒരു പ്രായമായ 72 വയസ്സുള്ള ഒരു സ്ത്രീക്കെതിരെയുള്ള അതിക്രമമാണ്. ഒരു സ്ത്രീ അല്ലാതൊരു കൗമാരക്കാരിയ ഒരു സ്ത്രീക്കെതിരെയുള്ള ഒരു അതിക്രമമാണ്. പബ്ലിക് റോഡിൽ വെച്ച് ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ച ഒരു പ്രതി ഇന്ന് സുഖമായിട്ട് വിലസുകയാണ് അവിടെ. എത്ര നേരമായി? 24 hours കഴിഞ്ഞു. 24 മണിക്കൂർ കഴിഞ്ഞു. ഞങ്ങൾക്ക് നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ വനിതാ കമ്മീഷനുണ്ട്, സ്ത്രീകൾക്കെതിരെ വനിതാ കമ്മീഷനുണ്ട്, ശിശുക്ഷേമ വകുപ്പുണ്ട്, എല്ലാം ഉണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. ഞങ്ങൾക്ക് ഒരു നീതിയും കിട്ടിയിട്ടില്ല. ഒരു നീതി ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിനു മുമ്പ് ഇവൻ അടിച്ച് പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഒത്തുതീർപ്പാക്കി വിട്ട് അതിൻ്റെ പേരിലാണ് 2ാമതും ഈ ആക്രമണം ഉണ്ടായത്. ഇനിയും ഇവളെ കയറി കൊന്നാൽ പോലും ഇനി ആരാണ് ചോദ്യം ചെയ്യാനുള്ളത്? ഞങ്ങൾക്ക് ഈ റോഡേ നടക്കണ്ടേ? സ്ത്രീകൾക്ക് റോഡേ നടക്കണ്ടേ? എന്തും ഒരു സ്ത്രീകളെ ചെയ്യാമെന്നുള്ളൊരു ഇതാണല്ലോ ഇപ്പം ഇവിടെ നടന്നിരിക്കുന്നത്. എൻ്റെ അമ്മ പ്രായമായൊരു സ്ത്രീയല്ലേ. ആ സ്ത്രീയോട് ഈ കൊടും ക്രൂരത ചെയ്യാൻ പാടുണ്ടോ? ഒരു കൈ തല്ലി ഒടിച്ചു വെച്ചിരിക്കുകയാണ്. ആ പ്രതിയെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വിറക് പറക്കുന്നതായിട്ടുള്ള വീഡിയോ ആദ്യം ഷൂട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ മകൻ കണ്ടു. ഉമ്മച്ചിയുടെ ഫോട്ടോ എടുക്കുന്നു. ഞാൻ പറഞ്ഞ് അവൻ എടുത്തോട്ടെ, മക്കൾ അനങ്ങാൻ പോകണ്ട, അവനങ്ങ് എടുത്തിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും എനിക്ക് ഇവൻ്റെ ദേഹോദരവും കാരണം ഞാൻ ഭയന്നിട്ട് അനങ്ങാതെ നിന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, വേണ്ട മോനെ, മതി വിറക് പറക്കിയത്, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉള്ള വിറകും എടുത്തുകൊണ്ട് വീട്ടിൽ ചെന്ന് കയറിയില്ല. അതിന് മുമ്പേ അവൻ്റെ വീടിന് തൊട്ട് കുറച്ച് മുമ്പിലായിട്ടാണ് അവൻ എന്നെ ദേഹോദരം ചെയ്യുന്നത്. വിറക് ഞാൻ വീട്ടിലെത്തിക്കാൻ പറ്റിയില്ല. ഈ പറയുന്ന ഈ അനിയത്തി പറഞ്ഞ മൊബൈൽ എങ്ങനെ എടുത്തത്? മൊബൈൽ അവൻ എന്നെ, ഞാൻ മൊബൈലും കൊണ്ട് ഞാൻ മൊബൈലിൽ കുറച്ച് ഷൂട്ട് ചെയ്തായിരുന്നു എൻ്റെ മകൻ. ഇവൻ എന്നെ ദേഹോദരം ചെയ്യുന്നത്. അപ്പം അതും കൊണ്ട് ഞാൻ ഓടി. വേറെ അയൽവാസിയുടെ ഒരു മുറ്റത്തു കൂടെ ഞാൻ ഓടി അതിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് അകത്ത് കയറാൻ നോക്കി. അകത്തുനിന്ന് അവൻ എന്നെ വലിച്ച് തറയിൽ തള്ളിയിട്ട് വീണ്ടും മുറ്റത്ത് തള്ളിയിട്ട് എൻ്റെ കയ്യിലിരുന്ന മൊബൈൽ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. അപ്പം ഞാൻ എൻ്റെ നൈറ്റിക്കകത്ത് ഫോൺ ഇട്ടു. അപ്പോൾ എൻ്റെ കാല് ചവിട്ടി പിടിച്ച് എൻ്റെ തുണി മേലോട്ടാക്കിയിട്ടാണ് അവൻ എൻ്റെ ഫോൺ എടുത്തത്. ഇതൊക്കെ ഈ പബ്ലിക്കായ ആളുകൾ കാണുന്നുണ്ട്. അവരാരും ഇവനെ പ്രതികരിക്കാൻ പറ്റത്തില്ല. ഇവൻ അത്രയ്ക്കൊരു ക്രിമിനലാണ്. എല്ലാവർക്കും അവൻ്റെ കുടുംബക്കാരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. അവൻ്റെ കുടുംബക്കാരെല്ലാം നോക്കി നിൽക്കുന്നതല്ലാതെ അവനെ ഒന്നും പറയുന്നതുമില്ല, ഒന്നും ചെയ്യുന്നതുമില്ല. എല്ലാം കുഞ്ഞമ്മമാരാണ്. പോലീസിൽ പരാതി കൊടുത്തതെന്നാണ്? ഇന്നലെ 3 മണി, ഇന്നലെ 4 മണിയോടുകൂടി 4 മണി കഴിഞ്ഞു. ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ കയറി. അത് കഴിഞ്ഞിട്ട് 4 മണി 5 മണിയോടുകൂടി ഇവിടെ വന്ന് പരാതി കൊടുത്തു. അന്നേരം മാത്രം ഞാൻ എൻ്റെ നിർബന്ധ സഹായം എനിക്ക് എൻ്റെ ഫോൺ കണ്ടെത്തി തരണം, എൻ്റെ 10ാം ക്ലാസ്സിലെ മോള് പഠിക്കുന്ന മൊബൈലാണ്, എനിക്ക് വേറെ മൊബൈൽ വാങ്ങാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ SI സാർ അവിടെ വന്ന് ഒന്ന് അവിടെ സംഭവ സ്ഥലത്ത് വന്നു. അതേപടി തിരിച്ചു വന്നപ്പോഴും എന്നോടൊന്നും പറഞ്ഞില്ല. ഇപ്പോഴും സ്ഥലത്തുണ്ട്. അവനെ പിടിക്കുന്നതുമില്ല, എൻ്റെ മൊബൈൽ എനിക്ക് കണ്ടെത്തി തരുന്നതുമില്ല. രാഷ്ട്രീയ സ്വാധീനം ഉള്ളതുകൊണ്ടാണ്. രാഷ്ട്രീയ സ്വാധീനം പോലീസിന് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഫോൺ സംഭാഷണത്തിൽ കൂടിയോ കിട്ടിയത് കൊണ്ട് തന്നെയാണ് അവനെ അവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ എൻ്റെ മൊബൈൽ വാങ്ങിത്തരാനുള്ള എല്ലാ ക്രൈമുകളും
ഉണ്ട്. കാരണം എൻ്റെ ഫോണിൻ്റെ നമ്പർ അറിയാം. ആ നമ്പർ ഏത് ഭാഗത്താണെന്ന് ലൊക്കേഷൻ എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അങ്ങനെയെങ്കിലും എൻ്റെ മൊബൈൽ വാങ്ങിത്തരാമെന്ന് അതിന് പോലും ഈ പോലീസ് സ്റ്റേഷൻ മുതിരുന്നില്ല. ഞാൻ അവരോട് അങ്ങോട്ട് SIയോട് പറഞ്ഞു, സാറേ എൻ്റെ ഫോൺ നമ്പർ ഇതാണ്, എൻ്റെ ലൊക്കേഷൻ നോക്ക്, നിങ്ങൾ എൻ്റെ ലൊക്കേഷൻ നോക്കിയിട്ട് എൻ്റെ മൊബൈൽ എനിക്ക് വാങ്ങിത്താ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള മൊബൈൽ, എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്, നല്ല പഠിക്കുന്ന കുട്ടിയാണ്, എനിക്ക് ഇന്നടുത്താണ് ട്യൂഷൻ പഠിക്കുന്നത്, അവിടുത്തെ മെസ്സേജുകൾ വരും, സ്കൂൾ മെസ്സേജുകൾ വരും, അവർ നോക്കാം, അവനെ പിടിച്ചെങ്കിലല്ല മൊബൈൽ വാങ്ങാൻ പറ്റും, അവനെ പിടിച്ചെങ്കിലല്ല മൊബൈൽ വാങ്ങാൻ പറ്റത്തുള്ളൂ എന്നാണ് അവരെന്നോട് പറയുന്നത്. അവനെ ഞാനാണോ ചെന്ന് പിടിക്കേണ്ടത്? അവർ അതിന് മുതിരണ്ടേ പിടിക്കാൻ, അവരിറങ്ങി തിരിക്കണ്ടേ, അവർ തിരിക്കുന്നില്ല. അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ട് കാണും. സ്ത്രീ സുരക്ഷയെപ്പറ്റി വാതോരാതെ സംസാരിക്കുന്ന ഭരണകൂടവും പോലീസും നിയമ സംവിധാനങ്ങളും ഒക്കെയുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. പക്ഷേ സ്ത്രീകൾ സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ തികച്ചും അല്ല എന്നാണ് ഈ 3 സ്ത്രീകളുടെയും പ്രതികരണത്തിൽ നിന്നും വാർത്ത 24 മനസ്സിലായത്. നമുക്ക് അവർ പറയുന്ന ചില പ്രതികരണങ്ങൾ, അവിടെ SFCയുടെ എസ്റ്റേറ്റിലേക്ക് ആ സ്ത്രീ വിറവ് പറക്കാൻ ചെല്ലുന്നു, ആ വിറവ് പറക്കുന്നതിൻ്റെ പേരിൽ വീഡിയോ എടുക്കുന്നു, വീഡിയോ എടുത്ത് അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ആ ഡിലീറ്റ് എന്ന് പറയുമ്പോഴാണ് സ്ത്രീയെ വളരെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കുന്നത്. സജീവന് ഇവർ വിറക് വർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും SFCയുടെ മാനേജരായ ആളോട് പരാതി പറയാൻ തീർച്ചയായും പറ്റും, അല്ലെങ്കിൽ പരാതി റിട്ടേൺ രേഖാമൂലം എഴുതി കൊടുക്കാൻ സാധിക്കും. പക്ഷേ അതൊന്നും ചെയ്യാതെ അദ്ദേഹം വളരെ ക്രൂരമായ രീതിയിൽ ആ സ്ത്രീയെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. വളരെ മോശമായ രീതിയിൽ ആക്രമിക്കുകയും അവരുടെ മൊബൈൽ ഫോണ് അവരുടെ കയ്യിൽ നിന്നും ബലപ്രയോഗത്തോടുകൂടി പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം. അവർ അമ്മയെ, നസീമയുടെ അമ്മയെ വളരെ മോശമായ രീതിയിൽ പിടിച്ചുമാരാൻ ചെല്ലുമ്പോൾ ആക്രമിക്കുകയും നസീമയുടെ അമ്മയ്ക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. നസീമയുടെ അനിയത്തിയുടെ മകനെ അവിടെ തൂക്കി എറിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ വിഷയത്തിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷനെ സമീപിച്ച് കേസ് കൊടുത്തെങ്കിൽ 24 മണിക്കൂറായിട്ടും ഈ ക്രിമിനലായ സജീവനെ പിടിക്കാൻ പോലീസിന് കഴിയാത്തത് വളരെ നിർഭാഗ്യകരം തന്നെയാണ്. എന്തായാലും നിരവധിയായ കേസുകൾ ഈ വിഷയമായി പോലീസ് എടുക്കേണ്ടതുണ്ട്. ഫോൺ മോഷണവുമായി ബന്ധപ്പെട്ട റോബറി ഒരു കേസാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകളെ ആക്രമിച്ച് മറ്റൊരു കേസാണ്. അതുപോലെ അവരുടെ പ്രായമായാത്ത കുഞ്ഞിനെ ആക്രമിച്ചത് ചൈൽഡ് വെൽഫെയർ ആക്ട് പ്രകാരമുള്ള കേസാണ്. അങ്ങനെ നിരവധിയായ കേസുകൾ എടുക്കാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിൽ പോലീസ് 24 മണിക്കൂറായിട്ടും എന്തുകൊണ്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് ഇത്തരത്തിൽ മോശകരമായ രീതിയിൽ പ്രവർത്തിച്ച ആ ക്രിമിനലിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടും അവരുടെ ഫോൺ തിരികെ വാങ്ങിക്കൊടുക്കുവാനുള്ള നിയമ സംവിധാനം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് വാർത്ത 24 ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നസീമയ്ക്കും അവരുടെ കുടുംബത്തിനും നീതി ലഭിക്കുന്ന പ്രതീക്ഷയിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്യാമറാമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.